The moment I fell in love with FAR. Welcome to episode 18 of FAR, my first independent feature film. അങ്ങനെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് പ്രിവ്യൂ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വർക്ക്സും കഴിഞ്ഞ് ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ ഞങ്ങൾ സിനിമ കാണാൻ പോവാണ്. ഒരു 100 വട്ടമെങ്കിലും എഡിറ്റിംഗ് ടേബിളിൽ സിനിമ ഉണ്ടെങ്കിലും എല്ലാ വർക്കുകളും കഴിഞ്ഞൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ കണ്ടൊരു എക്സ്പീരിയൻസ്. ദാറ്റ് ഈസ് ദ മൊമെൻറ്റ് ഐ ട്രൂലി ഫെൽ ഇൻ ലവ് വിത്ത് ദിസ് മൂവി. അപ്പോഴാണ് ശരിക്കും ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഒരു 2.5 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറുള്ള ഫിലിമിൽ എന്തോരം എഫേർട്ട് ആൾക്കാർ ഇടുന്നുണ്ടെന്ന്. ലൈക്ക് ആ സിനിമയിലെ ഏറ്റവും ചെറിയ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പോലും ആ സിനിമയുടെ ആ ഒരു പ്രോസസ്സിലേക്ക് എന്തോരം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് റിയലൈസ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ആൻഡ് ഇറ്റ് വാസ് റിയലി ലൈക്ക് ഒരു മാജിക്കൽ മൊമെൻറ്റ്. കാരണം നമ്മൾ അത്രയും നാൾ ഓൾമോസ്റ്റ് ഒരു 6-7-8 മന്ത്സ് ഇട്ട എഫേർട്ട് ഒരു 1.5 മണിക്കൂർ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൂടെ ഫ്ലാഷ് ബാക്ക് ചെയ്ത് അങ്ങനെ പോകും. അതൊരു ഇമോഷണൽ മൊമെൻ്റാണ് ശരിക്കും ആസ് എ ഡയറക്ടർ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആസ് എ ക്രൂ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് വാസ് ട്രൂലി എ മാജിക്കൽ മൂമെൻറ്റ് ഓഫ് ഫാർ. അതിനുശേഷം ഫാറിന് ഭയങ്കര എന്താ പറയുക ഡിസ്കറേജിങ് ആയിട്ടും അതുപോലെ നമുക്ക് ഇൻകൺവീനിയൻ്റ് അല്ലെങ്കിൽ നമുക്കൊട്ടും സപ്പോർട്ട് ലഭിക്കാത്ത സിറ്റുവേഷൻസിന് വരെ എനിക്ക് ഫൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫാർ എവിടെ വരെയെങ്കിലും എത്തിക്കാനുള്ളൊരു കോൺഫിഡൻസ് തന്നൊരു മൊമെൻറ്റും ആ ഒരു പ്രിവ്യൂ ആയിരുന്നു. ബിക്കോസ് ദാറ്റ് വാസ് എ മൊമെൻറ്റ് ഐ റിയലൈസ്ഡ് ദ ട്രൂ മാജിക് ഓഫ് ഫിൽം മേക്കിംഗ്.